എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാതകത്തിലെ ഏറ്റവും നല്ല സമയം തുടങ്ങുകയാണ് ജനുവരി മാസം അവസാനത്തെ ദിവസം. ഈ നല്ല സമയം തുടങ്ങുന്ന നക്ഷത്ര ജാതകർക്കിനി ഏതു നാട്ടിലാണെങ്കിലും രക്ഷപ്പെടാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുപാട് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നമുക്ക് ഇനി വരുന്ന ജനുവരി അവസാനത്തിൽ ആരംഭിച്ച് ഇനി വരുന്ന മാസം ഫെബ്രുവരി മാസം മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ലഭിക്കുന്ന ഭാഗ്യ അനുഭവങ്ങളെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ നോക്കാം മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച്. മിഥുനക്കൂറിൽ പിറന്ന ഈ 3 നക്ഷത്ര ജാതകർക്കും ജാതകവശാൽ ഏറ്റവും മികച്ച സമയം തുടങ്ങാൻ പോകുകയാണ്. തൊഴിൽ മേഖലകളിൽ നേട്ടം ഇനി അങ്ങോട്ട് ഒരുപാട് ഇവരെ കാത്തിരിക്കുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് താല്പര്യം വർദ്ധിക്കുകയും വിശുദ്ധ ദേവാലയങ്ങളും അതുപോലെ തന്നെ അമ്പലങ്ങളുമൊക്കെ സന്ദർശിക്കുന്നതിനുള്ള ഭാഗ്യം ഇവരുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഇവർക്ക് വരുന്നത്. ഇവരുടെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ഒരുപാട് മുന്നേറ്റം നടക്കാൻ സാഹചര്യങ്ങൾ കൂടുതലാണ്. ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് കാണുന്നു. ഇത് അനുഭവിക്കാനുള്ള യോഗവും ഒപ്പം വരുന്നുണ്ട്. കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെ സഹായം മൂലം വിജയസാധ്യതകൾ വർദ്ധിക്കും. വായ്പാ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശം ലഭിക്കുന്നതാണ്. ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം. കലാരംഗത്ത് സഹകരണം വർദ്ധിക്കും. ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ അവസരങ്ങളുണ്ട്. പൊതുരംഗത്ത് എതിർപ്പ് പ്രകടമാകും. അംഗീകാരത്തിന് സമ്മർദ്ദം ചെലുത്തും. കായിക രംഗത്ത് മുന്നേറ്റം ഉണ്ടാകും. ഉപരിപഠനത്തിന് വാശി കൂടുന്ന സാഹചര്യങ്ങൾ കൂടി കാണുന്നു. മിഥുനക്കൂറിൽ പിറന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ജലധാര, കൂവളമാല, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, വേട്ടയ്ക്കൊരു മകന് അർച്ചന, ഹാരം, വിദ്യാർത്ഥികൾ സരസ്വതി യന്ത്രം ധരിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിദ്യാരാജ ഗോപാലാർച്ചന നടത്തുന്നതും ഈ കാലഘട്ടത്തിൽ ഉത്തമമാണ്. ഇനി കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ വ്യക്തികൾ നിരപരാധികളെന്ന് തെളിയുന്നതോടുകൂടി ഇവരുടെ ശിക്ഷാ നടപടികൾ മാറ്റിവെക്കും. തൊഴിൽ രംഗത്ത് ക്രമക്കേട് കാണിക്കുന്ന ജീവനക്കാർക്ക് എതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതുമൂലം ഉള്ള പ്രധാന ദോഷം ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നാഡീരോഗങ്ങൾ മൂലമുള്ള ക്ലേശങ്ങൾ വർദ്ധിക്കും. മനസ്സ് തളർന്നു പോകുന്ന സാഹചര്യത്തിൽ മക്കളുടെ പിന്തുണയും സാന്നിധ്യവും ആശ്വാസം നൽകും. ഉദ്യോഗം ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങുവാനുള്ള തീരുമാനം നീട്ടിവെക്കുന്നതാണ് ഉചിതം. തുടർന്നു വരുന്ന തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകും. പ്രവർത്തന മേഖലയിൽ വിശേഷ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. അതുപോലെ ബാങ്കുകളിൽ പ്രമാണം കടം വെച്ച് ലോൺ എടുത്തിരിക്കുന്നവർക്ക് ഈ പ്രമാണം തിരികെ എടുക്കാനുള്ള സാധ്യതകൾ കാണുന്നു. കായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും. വാഹനം മുഖേന ആദായം ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്തു നിന്നും മേന്മയുള്ള വിവാഹബന്ധം ലഭിക്കും. ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിത ധനാഗമം. പുത്തൻ ഗൃഹം സ്വന്തമാക്കാനും അവസരങ്ങൾ ലഭിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം ഹനുമാൻ സ്വാമിക്ക് വടമാല, അർച്ചന, ശങ്കരനാരായണന് നെയ്വിളക്ക്, ദുർഗാക്ഷേത്രത്തിൽ പാൽ പായസം,
ദേഹരക്ഷയ്ക്കായിട്ട് ദുർഗാ യന്ത്രം ധരിക്കുന്നതും ഗുണം ചെയ്യും. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഗുരുതുല്യവരായവരുടെ ആശീർവാദത്തോടെ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കുന്ന സമയമാണ്. ഇവർ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശോഭിക്കും. ഉന്നത വ്യക്തികളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും. ഇത്തരം സൗഹൃദങ്ങൾ പിന്നീട് ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന സാഹചര്യങ്ങൾ കൂടി ഇവർക്ക് കാണുന്നുണ്ട്. അതുപോലെ പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ ഇടവരും. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ പുലർത്താൻ ശ്രദ്ധിക്കണം. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും തക്ക സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സമയം അനുയോജ്യമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് കാലം അനുകൂലം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ കൂടുതലായിട്ട് ഇനി അങ്ങോട്ട് ലഭിക്കും. വിവാഹ കാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുനർവിവാഹത്തിനും സാധ്യത കാണുന്നുണ്ട്. വാഹനയോഗവുമുണ്ട്. മാസ അവസാനത്തിൽ അലഞ്ഞു തിരിയലിന് സാധ്യതകൾ കൂടുതലാണ്. സാമ്പത്തിക കാര്യത്തിൽ കൂടുതൽ അച്ചടക്കം പാലിക്കുക. ചെലവ് അധികരിക്കാൻ ഇടയുണ്ട്. കൃഷിയിൽ നിന്ന് നേട്ടം. വളർത്തുമൃഗങ്ങൾക്ക് രോഗം വരാതെ ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം സർപ്പക്കാവിൽ 100 പാലും, ഹനുമാന് വെറ്റിലമാല, ശിവന് ജലധാര, ശാസ്താവിന് നീരാജനം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പ്രവർത്തന മേഖലയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്കും അവസരം ഉണ്ടാകും. ആരോഗ്യ സംരക്ഷണ ഭാഗമായി വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ശീലിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഭവന നിർമ്മാണത്തിന് അനുയോജ്യമായ കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ അസൂയയ്ക്ക് പാത്രമാകാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് സമയം ഉത്തമം. പുണ്യപ്രവർത്തികൾക്ക് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ്. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സഹപ്രവർത്തകരുടെ പിന്തുണ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സഹായിക്കും. അന്യദേശത്ത് കടുപ്പമേറിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയപഥത്തിൽ എത്തിക്കും. സംഗീത മേഖലയിൽ അംഗീകാരം തേടിയെത്തും. ജീവിത പങ്കാളിക്ക് ഔദ്യോഗിക ഔന്നത്യം കാണുന്നുണ്ട്. വ്യാപാര വ്യവസായ മേഖലയിൽ ധനവരവ് കൂടും. ഇലക്ട്രോണിക്സ് രംഗത്ത് വ്യക്തിഗത നേട്ടം കൈവരിക്കും. ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ രംഗത്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിച്ചു തുടങ്ങും. ദോഷപരിഹാരാർത്ഥം പിതൃക്കൾക്ക് ബലിതർപ്പണം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ദുർഗാക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, ശിവന് ജലധാര എന്നിവ നടത്തുക. പുരുഷസൂക്ത യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും. ഇനി പറയേണ്ട ഭാഗ്യശാലികൾ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. തുലാക്കൂറിൽ പിറന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഇവരുടെ ജാതകത്തിലെ ഏറ്റവും മികവുറ്റ സമയങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും ധനയോഗവും സമൃദ്ധിയും ആപത്തിൽ നിന്ന് മോചനവും എല്ലാം ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇവർക്ക് വരുന്നത്. പൈതൃക സ്വത്ത് ലഭിക്കാൻ ഇടവരും. പലരിൽ നിന്നും സാമ്പത്തിക സഹായം വരും ദിവസങ്ങളിൽ ലഭിക്കും. അകന്നു കഴിയുന്ന പങ്കാളികൾ അടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അശരണർക്ക് സാന്ത്വനവും സഹായവും ചെയ്യുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണത്തിനും വഴിയൊരുക്കും. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് തടസ്സങ്ങൾ മാറാനായിട്ട് ചില രാഷ്ട്രീയ നേതാക്കളുടെ സഹായം കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട്. യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മികവ് പ്രകടിപ്പിക്കും. അപ്രതീക്ഷിത സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ ഇടയുണ്ട്. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറഞ്ഞു തുടങ്ങുന്നു.
പരദൂഷണം മൂലം അപകീർത്തിക്ക് സാധ്യതയുള്ളതുകൊണ്ടും ശ്രദ്ധ വേണം. ഉദരരോഗം, ദുർജന സംസർഗം എന്നിവ മനോവിഷമത്തിന് കാരണമാകും. ഇവർ ദോഷപരിഹാരാർത്ഥം കുടുംബദേവതാ ദർശനവും വഴിപാടും നടത്തുക. മുടിപ്പുരയിൽ ഭദ്രകാളിക്ക് മധുപൂജ നടത്താനും ഒന്ന് ശ്രദ്ധിക്കുക.